സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനത്തിലാണ്. വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിലും സമ്മേളനങ്ങളിലും പങ്കെടുത്ത് പരമാവധി വോട്ടർമാരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ആലപ്പുഴ, കോട്ടയം, കൊല്ലം എന്നിങ്ങനെ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര. മണ്ഡലത്തിൽ ഇക്കുറി നടക്കുന്നത് വാശിയേറിയ പോരാട്ടം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മാവേലിക്കരുടെ മനസ്സിൽ ഇടം നേടാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ. ഈസ്റ്റർ, വിഷു ആഘോഷ പരിപാടികൾ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചരണത്തിനുള്ള വേദിയാക്കി മാറ്റി. സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിച്ച ആശംസാ കാർഡുകൾ പ്രവർത്തകർ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. ഇഫ്താർ വിരുന്നുകളിലും സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും സാന്നിധ്യവുമുണ്ട്. UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലം പര്യടനം നാളെ തുടങ്ങും. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം 7-ാം തീയതി ചെന്നിത്തലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കും. NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല ചെങ്ങന്നൂർ, ബുധന്നൂർ, ചെന്നിത്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. മാവേലിക്കര മണ്ഡലത്തിൽ ഇതുവരെ ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മാവേലിക്കരയിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പരിശീലനം മറ്റന്നാൾ ആരംഭിക്കും.